മാതാപിതാ ഗുരുദേവേ ഗുരുർബ്രഹ്മോ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ ശ്രീ ഗുരുവേ നമ ഗുരുവേ നമ ഗുരുവേ നമ ഗുരുവേ സർവരോഗാനാം പിഠിയേ ഭവരോഗിനാം നിധേ സർവവിദ്യാനാം ദക്ഷിണമൂർത്തിയേ നമ ദക്ഷിണമൂർത്തിയേ നമ ദക്ഷിണമൂർത്തിയേ നമ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം സമ്രാജ്ഞ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ശിവായ മഹേശ്വരായ വിഷ്ണുവേ നമ പിതാമഹായ നമ സംസാര വൈദ്യായ നമ സർവജ്ഞായ നമ പരമാത്മേ നമ ശരണാഗ്നേ നമ സൂര്യ സോമായ മംഗളായ പുരാജ ഗുരു ശുക്രം ഹേതുവേ നമ ശിവം ശ്രീ മഹാദേവ. എല്ലാ ശ്രോതാക്കൾക്കും സദ്വചനാമൃതം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിടെ എല്ലാം പാദങ്ങളിൽ ഗുരുകാരണന്മാരുടെ പാദങ്ങളിൽ നമസ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെങ്ങനെ കൊണ്ടു നടക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുട്ടികൾ, പണ്ടത്തെ അമ്മമാർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അമ്മമാർ തലമുടി കെട്ടിയിട്ട് അതിൻ്റെ എൻഡിലൊരു കെട്ടിടും. എന്നിട്ട് ആ കെട്ടുമയായിരിക്കാം മുടി നിൽക്കണേ. ഒരു കാരണവശാലും മുടി ഒരെണ്ണം താഴെ വീടില്ല. കാരണം അത്രയ്ക്ക് ഭദ്രമായിട്ട് അമ്പലത്തിൽ പോകും. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മുടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. എന്താ കാര്യം? നമ്മുടെ മനസ്സ് അപ്പുറം പുറകോട്ടേക്ക് പോകും. അതേപോലെ ഭഗവാന്റെ മുന്നിൽ, ഭഗവാന്റെ പാദം പോലെ ശിരസ് അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതേപോലെ വൃത്തിയും വെടുപ്പും ശുദ്ധിയും സൗഖ്യമായിട്ട് വേണം ചെല്ലാൻ. ആ നേരം നമ്മൾ മുടി അഴിച്ചിട്ട് ചെല്ലുമ്പോൾ മുടി കൊഴിഞ്ഞു വീഴും. മുടി കൊഴിഞ്ഞു വീഴുമ്പോൾ മുടി ഏത് വെച്ച് വേണം പറന്നിയല്ല, കാരണം പറക്കാൻ കഴിവുള്ളതാണല്ലോ മുടിക്ക്. ആ മുടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കെട്ടിട്ടിട്ട് കയറി പോവാം വീട്ടിലേക്ക്, അമ്പലത്തിലേക്ക്. അങ്ങനെയാണ് അമ്പലത്തിൽ ഇപ്പോൾ ശീലിക്കേണ്ടത്. അല്ലാതെ മുടി അഴിച്ചിട്ട് നമ്മൾ ഒരിക്കലും അമ്പലത്തിൽ പോകാൻ പാടില്ല. നമ്മുടെ കാരണവന്മാർ, പണ്ടത്തെ അമ്മമാർ സമ്മതിക്കില്ല മുടി കഴിച്ചിട്ട് പോകാൻ. കാരണം നമുക്കിടെ ഏറ്റവും വലിയ ശാപമാണ്. ഒരു പ്രാവശ്യം നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ മുടി കഴിച്ചിട്ട് ഭഗവാന്റെ പൂജ മാലയ്ക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഇതിന് മുടി നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ആ മുടിയുടെ പാപം തീരെ വർഷങ്ങൾ ജന്മാന്തരങ്ങളുടെ പാപം ചെയ്ത മാതിരിയായി. ആ പാപം നമ്മൾ ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്. നമ്മൾ അമ്പലത്തിൽ പോയില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഒരു ഭഗവാനെ നമ്മുടെ അടുത്ത് പോകുമ്പോൾ നമ്മളത് മുടി കെട്ടി വെച്ചിട്ട് ഒരു ചെറിയ കെട്ടിട്ടിട്ട് അതിൽ വേണം പോകാൻ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും മുടി അഴിച്ചിട്ടാലാണ് ഭംഗി. അപ്പോഴല്ലേ നല്ലതന്നെ. നമ്മൾ ആരെയാണ് ഭംഗി കാണിക്കുക? ഭഗവാന്റെ അടുത്ത് ഭംഗിക്കാണ് പോണത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് പോണത്? അല്ല, നിങ്ങൾ പോകണം നിങ്ങളുടെ മനസ്സ് തുറന്ന് ഭഗവാനെ, ഞങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റി ഞങ്ങൾക്ക് സദ്ബുദ്ധി കൊടുക്കണമേ, അല്ലെങ്കിൽ നല്ലത് കാണിച്ചു തരണേ എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളോട് ചെല്ലുന്നത്. ആ നേരത്ത് നിങ്ങളുടെ സൗന്ദര്യം അത് നോക്കണില്ല. നമ്മുടെ സൗന്ദര്യം എന്ന് വെച്ചാൽ നിസ്സാര സമയമുള്ളൂ. ഒരു സെക്കൻഡ്, അല്പം ഒരു 10-20 വയസ്സ് നല്ല സൗന്ദര്യവതിയായിരിക്കും. 10-25 വയസ്സുവരെ കുട്ടികൾ, എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും. അതിനുശേഷം ഒരു 10-45-50 കഴിയുമ്പോണ്ടായി എല്ലാം ഓരോന്നോരം നമ്മളിൽ നിന്ന് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യം എല്ലാം കൊഴിഞ്ഞു പോയി. ആ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ പല്ലില്ലാത്തവരായി, കണ്ണില്ലാത്തവരായി, ചെവിയില്ലാത്തവരായി, അങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തിപ്പില്ലേ. അപ്പം നമ്മൾ ചിന്തിക്കും, അയ്യോ ഞങ്ങൾ ചെറുപ്പത്തിൽ എന്ത് സുന്ദരനായിരുന്നു. അപ്പോൾ അതേ ഉള്ളൂ ജീവിതം. അതായത് നമ്മൾ കുറച്ച് നേരം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ കൈ മടക്കാവുന്ന സമയം മാത്രം നമ്മുടെ കയ്യിൽ. കൈ മടക്കി കൈ നിവർത്താൻ പറ്റുമെന്ന് നമുക്കറിയാമോ? അറിയില്ല. കാരണം ഭഗവാൻ എത്ര നാൾ നമുക്ക് പ്രാണം തന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആചാരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അതായത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പൂർണ്ണമായിട്ടും നല്ല മനസ്സോടുകൂടി മുടിയൊക്കെ കഴിച്ച് ഇടാതെ കെട്ടിവെച്ച്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ചെന്ന ആൾക്കാർ അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ പൈസ വലിച്ചെറിയും. ഇതെന്തിനാണ് പൈസ വലിച്ചെറിയുന്നത്? പൈസ തരാൻ വേണ്ടിയാണ് വലിച്ചെറിയുന്നത്. ഭഗവാൻ പൈസ തരട്ടെന്നോ? അങ്ങനെയല്ല വേണ്ടേ. കാരണം ഈ ഭഗവാന്റെ പൈസ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്, മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി ഒരിക്കലും നമ്മൾ വലിച്ചെറിയരുത്. അതിന് നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും വേണം. എന്താണെന്ന് വെച്ചാൽ, ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ പൈസ വരുന്നത്, ആ ലക്ഷ്മി വരുന്നത്. ഈ ലക്ഷ്മി നമ്മുടെ ഇപ്പം വികടലക്ഷ്മി ഉണ്ട്, നല്ല ലക്ഷ്മി ഉണ്ട്, സരസ്വതി എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾക്ക് എന്താ ധനലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, അങ്ങനെ ഓരോ നമ്മൾ പറയില്ലേ. ഈ ലക്ഷ്മിമാരെ കഴിഞ്ഞാൽ നമുക്ക് ശ്രേയസ് തരുന്ന ലക്ഷ്മിയാണ്, ഐശ്വര്യം തരുന്ന ലക്ഷ്മിയാണ്. അപ്പോൾ ആ ഐശ്വര്യലക്ഷ്മിയുടെ ഇതാണ് ഈ നാണയം, അല്ലെങ്കിൽ നമ്മുടെ ദ്രവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ നമുക്ക് കിട്ടിക്കുന്ന സുകൃതി എന്ന് പറയുന്നത്. ആ സുകൃതി ഒരിക്കലും നമ്മൾ വലിച്ചെറിഞ്ഞ് മറ്റുള്ളവർ ചവിട്ടി കൂട്ടാൻ ഇടം കൊടുക്കരുത്. ചവിട്ടി കൂട്ടാൻ നിങ്ങളിപ്പം നടക്കിയ ഒരു 10 പൈസ അത് വെച്ച് എന്താ സംഭവിക്കുന്നത്? മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആരെങ്കിലും ഒക്കെ കയറി ഇറങ്ങി ആ പൈസയുടെ മുകളിൽ ചവിട്ടി തൂക്കിയിട്ട് അങ്ങോട്ട് വേർക്കുക. അതായത് മഹാലക്ഷ്മിയുടെ മുഖത്ത് ചവിട്ടി തൂക്കും. നിങ്ങളെന്തുദ്ദേശിച്ചാൽ, ഞങ്ങളിവിടെ പൈസ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഹാലക്ഷ്മി കുമിഞ്ഞ് കൂടും, അല്ലെങ്കിൽ ഭഗവാൻ കുമിഞ്ഞ് തരുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുമിഞ്ഞ് തരും. പക്ഷേ ഉണ്ടല്ലോ, ആ പണം കൊണ്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകും. കാരണം ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതെല്ലാം അവസാന നിമിഷം വരുമ്പോൾ മറ്റുള്ളവർ അതിനുവേണ്ടി അടിയും പിടിയും കൂടി ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും.
അതുകൊണ്ട് അങ്ങനെ പൈസ നിങ്ങൾ വയ്ക്കരുത്. പൈസ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇതുമായിട്ട് കൊടുക്കാം. ഏത് നിങ്ങൾക്ക് നിങ്ങളുടെ ദക്ഷിണയായിട്ട് കൊടുക്കാം. ദക്ഷിണയായിട്ട് കൊടുക്കണേ കുഴപ്പമില്ല. അതായത് ഒരാൾക്കുടെ കയ്യിലോ അല്ലെങ്കിൽ കാലൊക്കെ വെച്ച് കൊടുക്കാം. ഭഗവാൻ ഇത് അങ്ങേക്ക് ഇത് ദക്ഷിണയാണ്, അത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാവും. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കാം. അത് ചവിട്ടി കൂട്ടാൻ പാടില്ല. ചവിട്ടി കൂട്ടാൻ ഭയങ്കര ദോഷമാണ്. ഒരിക്കലും നമ്മളൊരു സാധനം ചവിട്ടി കൂട്ടാൻ പാടില്ല. അതുപോലെ നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന പൂമാല ആയാലും എന്തായാലും അതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് മിക്കവാറും സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന സംഭവമാണ്. ഈ പെണ്ണുങ്ങളൊക്കെ പൂമാല കെട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ മുടിയുടെ ഒരു കെട്ടും കൂടിയാണ് ചെയ്യും, അല്ലെങ്കിൽ മുടിയൊരു ഇതുണ്ടാവും, അതും വെച്ചിട്ടാണ് പോയിരിക്കണേ. അത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പം മുടി വെപ്പും എല്ലാം അങ്ങോട്ട് മാറ്റണം. നമ്മളൊരു 100 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഭദ്രമായിട്ട് മുടിയെല്ലാം കെട്ടിയിട്ട് വേണം പൂമാല കോർക്കാൻ. ആ പൂമാല കോർക്കണം നൂലിന് പോലും മഹാത്മ്യമുണ്ട്. ആ നൂല് പോലും നമ്മൾ ശ്രദ്ധിക്കണം. ആ നൂലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചതിന് ശേഷം വേണം ആ നൂല് കെട്ടാൻ. അത് പൂ കൊടുക്കുമ്പോഴും പൂ കെട്ടുമ്പോഴും ആ കെട്ടുന്ന ഓരോ കെട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം അത് ചെയ്യാൻ. അല്ലാതെ നമ്മൾ വല്ലാത്ത രീതിയിൽ കെട്ടരുത് മാല. അമ്പലത്തിലേക്ക് നമ്മൾ മനസ്സർപ്പിച്ച് ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ചിട്ട് വേണം ഈ മാല കെട്ടാൻ. ആ മാല കെട്ടുന്ന മാല പവിത്രമായിരിക്കണം. ആ പവിത്രമായിരിക്കുന്ന മാല പവിത്രമായിട്ട് തന്നെ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഭഗവതിയിലേക്ക് ചാർത്തണം. ആ ചാർത്തുമ്പോൾ എന്താ, ഭഗവതിക്ക് നമ്മളാകുന്ന നല്ല രീതിയിലുള്ള മനസ്സും നല്ല രീതിയിലുള്ള ശരീരവും നല്ല നല്ല ബുദ്ധിയും നമുക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാവും. മിക്ക അമ്മമാരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു ഇലയിലിരുന്ന് കൊണ്ട് കൊടുക്കും. ഒരിക്കലും സംഭവം ഉണ്ട്. ഒരമ്മ സ്വന്തം മാല പോലും ഉരി വെച്ചു ഈ ഇലക്കകത്ത്. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ അന്വേഷിക്കാം മാല എവിടെ പോയി, മാല കാണുന്നില്ല. കാരണം എന്താ, മാല കാണാതെ മാല ഈ പൂമാലയുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അകത്ത് കൊടുത്തിരിക്കുക ശ്രീകോവിലേക്ക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ അമ്മ തിരിച്ചു വന്നിട്ട് മാല കാണലാന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരാൾ പറഞ്ഞു, അമ്മ ആ പൂമാല ഒന്ന് ചെക്ക് ചെയ്യാൻ, ആ കൊടുത്ത പൂമാലയുടെ ഇലയിൽ നിൽക്കാൻ. ഇലയ്ക്ക് ഇതിപ്പോൾ ഇലയിലിരിക്കുന്ന മാല. അപ്പം അത്ര നേരം അമ്മ കിടന്ന് കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് വന്ന് നോക്കിയിട്ട് അത് ഭദ്രമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഏറ്റവും അത്യന്താപേക്ഷിത എന്ത് കാര്യം നമ്മളൊരാൾക്ക് കൊടുക്കും. നമ്മൾ ഭഗവാനായിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കായിക്കോട്ടെ, നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന സാധനം മാത്രമേ മറ്റൊരാൾക്ക് കൊടുക്കാവൂ. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടാതെ, സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം മറ്റുള്ളവർ കൊണ്ടുപോകട്ടെ, നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണം മറ്റുള്ളവർ. അങ്ങനെയല്ലേ വേണ്ടേ? നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ കഴിക്കട്ടെ. അവർ നല്ല ഭക്ഷണം കഴിക്കണം. നമ്മൾ മോശം കഴിച്ചാലും, ഇപ്പം നമ്മളൊരു ദിവസം പട്ടിണി കിടന്നു വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ മറ്റൊരാൾ പട്ടിണി കിടക്കരുത്. മറ്റൊരാൾ എന്നും സുഖമായിട്ട് ജീവിക്കട്ടെ. അന്ന് നമ്മൾ ആലോചിക്കണം. എപ്പോഴും നമുക്ക് നല്ലതായിട്ട് തോന്നുന്ന സാധനം, ഒരു വസ്ത്രമായാലും എന്തായാലും ഭക്ഷണമായാലും നല്ല സാധനം മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാവൂ. മോശമായ സാധനം കൊടുക്കരുത്. നല്ല ചിന്തകൾ മാത്രമേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ മറ്റൊന്നും പറഞ്ഞു കൊടുക്കരുത്. ദുഷ്ടചിന്തകൾ പറഞ്ഞു കൊടുക്കരുത്. പിന്നെ അമ്പലങ്ങളിൽ വന്നിട്ട് നമ്മൾ ഭഗവാനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഭഗവാനോടൊപ്പം തന്നെ നിൽക്കണം. എന്താണ് ഭഗവാനോടൊപ്പം തന്നെ നിൽക്കാൻ? നമ്മൾ പ്രതിഷ്ഠ വലയത്തിൽ വർത്തമാനം പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ആ നേരത്ത് നാമം മാത്രമേ പാടുള്ളൂ. കാരണം ഭഗവാന്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇതെന്താ, നമ്മൾ ഭഗവാന്റെ കൂടെ നടക്കുമ്പോൾ ഉള്ള ദുരാചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്ന് ഭഗവാൻ എന്നെ ബോറടിക്കണ്ട, ഇതിങ്ങനത്തെ ഭക്തന്മാരാണല്ലോ, അത് പാടില്ല. നമ്മൾ ഭഗവാന്റെ നാമം മാത്രം ഒരു ജീവിതത്തിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം 15 നിമിഷം അല്ലെങ്കിൽ 10 നിമിഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രതിഷ്ഠ വലയം കിടക്കുന്നത്. ആ പ്രതിഷ്ഠ വലയത്തിൽ നമുക്ക് 10 മിനിറ്റ് മൈൻഡ്സ് ഒന്ന് ശാന്തമാക്കി വെച്ചുകൂടെ? വല്ല കുഴപ്പമുണ്ടോ? ആ 10 മിനിറ്റ് ശാന്തമാക്കിയിട്ട് ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ടൊന്ന് പോയി നോക്കിയേ. നമഃശിവായ നമഃശിവായ നമഃശിവായ, നാരായണ നാരായണ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഈ നാമത്തിലേക്ക് മാത്രം നമ്മുടെ മനസ്സിനൊന്ന് കടത്തി വയ്ക്കൂ. നമുക്കുടെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഈ നടക്കുന്ന നേരത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് മറ്റുള്ളവർ സാധാരണ ഭാഗവതത്തിലൊക്കെ പറയണത് നമ്മൾ ഇങ്ങനെ സംസാരിയായിട്ട് പോകും, ആയിട്ട് പോകുന്ന പറഞ്ഞത്. സംസാരം വീണ്ടും ജന്മങ്ങൾ സംസാരിണി ജന്മമായിട്ട് വരുമെന്ന് പറഞ്ഞേ. കാരണം അത്രയും നമ്മൾക്ക് കിട്ടിയ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. നമുക്ക് 15 മിനിറ്റ് ഭഗവതിയോട് കൂടെ പോകേണ്ട സമയത്ത് നമ്മൾ അവിടെ സംസാരിച്ചപ്പോൾ ആ 10 നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തി. ആ നിമിഷം നമുക്ക് മറ്റൊരു ജന്മത്തിലേക്ക് വരണം. ആ ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കണക്ക് പുസ്തകം തുറന്നു നോക്കുന്നത്. അത് വിശ്വാസം അന്ധവിശ്വാസമൊക്കെ അത് നമ്മൾ ഇട്ടേക്ക്. ഏതായാലും നമ്മൾ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിനെ ക്രോഡീകരിച്ച് ഭഗവാന്റെ നാമം മാത്രം ഉച്ചരിച്ച് അല്ലെങ്കിൽ ഭഗവതിയുടെ നാമം മാത്രം ഉച്ചരിച്ച് നമ്മൾ വളരെ ശാന്തമാണ്. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യങ്ങൾ, ചിലപ്പോൾ നിവേദ്യം കരിഞ്ഞു കാണും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും രുചികരമായിട്ട് ഇതായിട്ട് മോശമായ രീതി കിട്ടി കാണും. പക്ഷെ അപ്പം നമ്മൾ അവരെ കുറ്റം പറയരുത്. അമ്പലത്തിലെ
എന്താ കാര്യത്തിന് നമ്മുടെ അന്നത്തെ യോഗമാണത്, നമുക്ക് ഭഗവാൻ കൽപ്പിച്ചേക്കുന്നതാണത്. ആ മോശമായതാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മുടെ കാലം നമുക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ നമ്മുടെ കാലം പ്രതികൂലമാണ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്കിപ്പോൾ കരിഞ്ഞത് കിട്ടുക അന്നത്തെ ദിവസം ഭഗവാൻ നമുക്ക് തന്നെ കരിഞ്ഞതാണ്. അപ്പോൾ കുറച്ചും കൂടി കാലം നിങ്ങൾ നമുക്ക് നിവേദ്യം എന്താ, ആ നിവേദ്യം തന്ന് ഞാൻ ഉയർത്താമെന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ഉണ്ടാക്കിയ ആളുടെ കുഴപ്പമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ വിചാരം. ഇന്നലെ ഇപ്പോൾ ഒരു സംഭവം ഉദാഹരണം പറയാം. ഒരു സ്ഥലത്തൊരു അമ്പലത്തിൽ പെട്ടെന്ന് പ്രാവുകാട്ടം വീണെന്ന് പറഞ്ഞു. ആ പ്രാവുകാട്ടം വീണിട്ട് അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. സത്യത്തിൽ ബഹളം ഉണ്ടാക്കാൻ പാടുണ്ടോ? കാരണം എന്താ, അത് തുറന്നു വെച്ചോണ്ട് അവിടെ തന്നെ പ്രാവ് വീണെന്ന് ഇതുണ്ടോ? ഇല്ല. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ തെറ്റുകൾ പലരോടും സംഭവിച്ചു. തെറ്റുകൾ സംഭവിച്ചു നമ്മുടെ കാലത്തിൻ്റെ കുഴപ്പം, നമ്മുടെ സമയത്തിൻ്റെ, അല്ലാതെ അത് ഒരാളുടെ കുഴപ്പമല്ല. നമ്മുടെ സമയം നമുക്ക് അനുകൂലമായിട്ടില്ല. ഇപ്പം ചില ചേച്ചിമാരെല്ലാം വേറെ ആൾക്കാരുണ്ടല്ലോ, അമ്പലത്തിൽ വഴിപാട് കൊടുക്കും. ഇപ്പം ഏലസ് കാണിക്കാനും അത് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കും. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് മുടക്കം കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരിക. അങ്ങനെ വാലാമ അങ്ങനെ ഓരോ ആവശ്യങ്ങൾ വന്നു കഴിയുമ്പോൾ പോകാൻ പറ്റാതെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യണേ? ഭഗവാൻ നമുക്ക് സമയമാക്കിയിട്ട് തന്നിട്ടില്ല, ഇനിയും നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണത്തിന് ഭഗവാനോട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഭഗവാനെ മുറുക്കി അങ്ങ് പിടിക്കാം. എങ്ങനെ? നാമത്തിൽ കൂടി അങ്ങ് ജപിക്കുക. നാമം ജപിച്ച ഗുണത്താൽ അപ്പോഴാണ് നമ്മുടെ മനസ്സ് പൂർണ്ണമാവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഈ കഷ്ടതകൾക്ക് ഒരു ഇതുണ്ടാകുക. അപ്പോൾ ഭഗവാൻ തന്നെ അവസാനം വിചാരിക്കുമ്പോൾ എന്തായാലും എന്നെ വിളിച്ചിരിക്കുകയല്ലേ, ഞാനൊന്ന് റിലാക്സ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാവുന്നൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ നിർത്താൻ. പദ്മജനാമൃതത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരയ്ക്കും നിങ്ങളെല്ലാവർക്കും ഞാൻ നമസ്കാരം പറയുന്നു. അടുത്ത് നമുക്ക് വീണ്ടും കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.